കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഈ കാടമുട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇതെങ്ങനെ മസാല ആക്കേണ്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ലായിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. ഇന്ന് ഏതായാലും ഇതൊന്ന് മസാല ആക്കി എടുക്കണം. അങ്ങനെ കാടമുട്ട ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് അതിൽ വെള്ളം നിറച്ച് അടുപ്പത്തേക്ക് പുഴുങ്ങാൻ വെച്ച്, എന്നിട്ട് ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് അത് ഇളക്കി കൊടുത്തിട്ട് മസാല ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, സവാളയും അതിലേക്ക് ഇട്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുവോളും ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു തക്കാളി ജ്യൂസ് അടിച്ചതും അതിലേക്ക് ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും അതിലേക്ക് ഒഴിച്ച് അതൊന്ന് തളിച്ച് വരുമ്പം പുഴുങ്ങിയ കാടമുട്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വറ്റിച്ചെടുത്താൽ കാടമുട്ട മസാല ആക്കിയത് റെഡി ആയിട്ടോ. പിന്നെ ഇതിലും സിമ്പിൾ ആയിട്ട് ഇനി ദോശ ഉണ്ടാക്കണത് പറഞ്ഞുതരാൻ പറ്റൂല കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളം മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് വറുത്ത് വരുന്ന 2 കയ്യിൽ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും പാകത്തിനുള്ള ഉപ്പിട്ട് നല്ലോണം അരച്ച് ജ്യൂസ് ആക്കി എടുത്ത്, പിന്നെ ഇങ്ങനെ കേട്ടോ റെഡി ആക്കേണ്ടത്. മാവ് തീരും ടൈറ്റ് ആയി പോകരുത്. എന്നിട്ട് ഫ്രൈ പാൻ നല്ലോണം ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 1.5 കയ്യിൽ മാവും ഒഴിച്ച് ഒന്ന് ചുഴറ്റി കൊടുത്തിട്ട് അവിടെ മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ അടിപൊളി ദോശയും റെഡി ട്ടോ. അങ്ങനെ ഒരു 3-4 ദോശ വേഗം ചുട്ടെടുത്ത് എന്നിട്ട് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി. അങ്ങനെ ദോശയിലേക്ക് കാടമുട്ടയും മസാലയൊക്കെ ഒഴിച്ചെടുത്ത് മേശമ്മ കൊണ്ടുപോയി വെച്ചിരുന്ന് കഴിച്ചപ്പം സംഭവം അടിപൊളി. അങ്ങനെ രാവിലത്തെ ചായ കൂടിയും കഴിഞ്ഞിട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.